പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ അമ്മയ്ക്ക് സാക്ഷിയാക്കി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് രേഖ, എൻ്റെ ഹസ്ബൻഡ് റോയ്. ഞങ്ങൾ മാള സെൻറ്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന ചർച്ച് ഇടവകാംഗങ്ങളാണ്. ആദ്യമായി എനിക്ക് ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന സാഹചര്യം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു, ബാക്ക് പെയിനായിട്ട്. 2022 ജാനുവരിയിൽ പെട്ടെന്ന് ഒരു ചെടിച്ചട്ടി പൊക്കിയപ്പോൾ ഉണ്ടായ വേദന മൂലം ഒട്ടും എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഒന്നും ചെയ്യാനായിട്ട് എഴുന്നേൽക്കാനോ പറ്റാതെ വളരെ വിഷമിച്ചിരുന്ന സമയത്ത് ഡോക്ടേഴ്സിനെ 2-3 ഡോക്ടേഴ്സിനെ മാറി കണ്ടു. മരുന്ന് കഴിക്കും, പെയിൻ കില്ലർ കഴിക്കും, മാറും. അതല്ലാതെ എഴുന്നേറ്റ് നടക്കാനോ എൻ്റെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പോലും എനിക്ക് പറ്റാതിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ അനിയത്തി വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് അവൾ പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം കൊണ്ടുവന്ന് എൻ്റെ ഈ ബാക്കിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ MRI ചെയ്ത് കഴിഞ്ഞപ്പോൾ ബൾജിങ് ആണെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് ഇനി ഒരിക്കലും തനിക്ക് തൻ്റെ കാര്യങ്ങൾ തന്നെ കൃത്യമായി ചെയ്യാനായിട്ട് സാധിക്കില്ല. എപ്പോഴും വീട്ടിൽ നിന്ന് കുനിഞ്ഞ ഒരു പാത്രം പോലും ഭാരമുള്ള സാധനങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. എല്ലാവരും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ ഉണ്ടാകും. അപ്പോൾ നന്നായി റെസ്റ്റ് എടുത്ത് എക്സസൈസ് ചെയ്താണ് അത് മാറാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നത്. ഇതിന് ശേഷം ഞാനിങ്ങനെ ഉടമ്പടി തൈലം എന്നും പുരട്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് ആയപ്പോഴത്തേക്കും എനിക്ക് റിലീഫായി തുടങ്ങി. അങ്ങനെ ഞാൻ 2022 മെയ് മാസം 22-ാം തീയതി ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ വളരെ ഭാരപ്പെട്ടാണ് ഞാൻ ആ ഉടമ്പടിയിൽ മുന്നോട്ട് പോയത്. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അങ്ങനെ പക്ഷേ ഞാൻ വെച്ച കാര്യങ്ങൾ എനിക്ക് നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് അത് നന്നായി കൊണ്ടുപോകാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് പറ്റില്ല. അങ്ങനെ ഞാൻ 3 മാസം കഴിഞ്ഞ് എൻ്റെ ബാക്ക് പെയിൻ കംപ്ലീറ്റ് മാറി. ഇന്നിപ്പോൾ 2025 സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നേ വരെ ഞാൻ അതിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ മരുന്നിന് വേണ്ടി ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. ബാക്ക് പെയിൻ വരെ ഒന്നുമില്ല. ഞാൻ ഉടമ്പടി തൈലം എന്നും എൻ്റെ തണ്ടലിൽ പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നാളുകളായി ട്രൈ ചെയ്യുന്നു. 2023 ജൂൺ തുടങ്ങി ഞങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിയാകുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഉടമ്പടിയിൽ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റുമോ എന്നുള്ള ടെൻഷൻ. ഉപവാസം എടുക്കാൻ പറ്റുന്നില്ല, ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇനി ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഇവിടെ വന്ന് വെറുതെ ആലപ്പുഴ വന്ന് പണി വാങ്ങിക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാനത് ചെയ്യാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 23 ഞാൻ ആദ്യത്തെ VFS എടുത്തു. എനിക്ക് ശരിയായില്ല. 23 ഞാൻ വീണ്ടും ഫ്ലൂസി വിസയ്ക്ക് വേണ്ടി വെച്ചു. അതിനുശേഷം 22 ഞാൻ നന്നായി മാതാവിനോട് പ്രാർത്ഥിക്കുവാനും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ നന്നായി കേൾക്കുവാനും തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് സാധിക്കും, മാതാവ് ഇടപെട്ട് എൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുമെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ 22 ഞാൻ ഇത് ഉടമ്പടി എടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ബൈബിൾ വായിക്കാൻ തുടങ്ങി, ഡെയിലി കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി, ജപമാല ചൊല്ലി തുടങ്ങാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്കതൊക്കെ വളരെ ഈസി ആയിട്ട് തുടങ്ങി. ഇതൊക്കെ എന്നെക്കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അങ്ങനെ ഞാൻ 24 ഫെബ്രുവരി 22-ാം തീയതി വന്ന് ഞാൻ പുതിയ ഉടമ്പടി എടുത്തു, നന്നായി ജീവിക്കാൻ വേണ്ടി തന്നെ. പുതിയ ഉടമ്പടി നന്നായി പോയി. നല്ല സ്മൂത്തായിട്ട് എനിക്ക് ഉടമ്പടി നന്നായിട്ട് ജീവിക്കാനായിട്ട്, ബൈബിൾ വായിക്കാനായാലും പ്രാർത്ഥിക്കാനായാലും കാരുണ്യപ്രവർത്തി. ഞാൻ ഇത്രയും നാളായിട്ട് മറ്റുള്ളവരെ എനിക്ക് കാണാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. സങ്കടങ്ങൾ കേൾക്കുമെങ്കിലും ആരെയും പോയി അവരുടെ സങ്കടത്തിൽ സഹായിക്കാനുള്ളൊരു മനസ്സൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനറിയാതെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. ആദ്യമേ തന്നെ ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി എൻ്റെ കാൽമുട്ടിൽ നിറച്ചും മൊരിയായിരുന്നു. അതിങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ആ മൊരി എന്നെ എല്ലാവരും പലപ്പോഴും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ യൂണിഫോമൊക്കെ ഇട്ട് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ കളി വെക്കുമായിരുന്നു.
ഒരുപാട് വിഷമിച്ചേക്കണ ഒരു കാര്യമാണ്. പിന്നെ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അതിലൊരു നിയോഗമായി വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല. കാരണം അത് ശരിയാകില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ ധാരണയായിരുന്നത്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ വിശുദ്ധ തൈലം ജസ്റ്റ് ഞാനൊന്ന് എൻ്റെ കാലിൻ്റെ മുട്ടിന് താഴെ കുരിശടയാളം വരച്ച് പുരട്ടുമായിരുന്നു. അതിങ്ങനെ ഒരു റൊട്ടീൻ പോലെ അങ്ങോട്ട് പോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ മൊരിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നണതായിരിക്കും ഇതൊരു വീണ്ടും വരും എന്ന് തോന്നി തുടങ്ങി. പക്ഷേ അത് മുഴുവനും ഇപ്പോൾ എൻ്റെ കാലുമേൽ നിന്ന് ആ മൊരി കംപ്ലീറ്റ് പോയി. ഒരാൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇപ്പോൾ എൻ്റെ കാലുമേൽ നിന്ന് അത് കംപ്ലീറ്റ് പോയി. ഇപ്പോൾ 2 കൊല്ലമായിട്ട് എൻ്റെ കാലുമേ അങ്ങനെ ഒരു സാധനം ഇല്ല. എൻ്റെ ജനിച്ചപ്പോൾ മുതലുള്ള കാര്യമായിരുന്നു അത് മാറിക്കിട്ടി. അതിനുശേഷം പിന്നെ അച്ഛൻ ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയിലൊക്കെ ധ്യാനത്തിൽ എപ്പോഴും പറയും നിങ്ങൾ നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വ്യക്തിനെ എനിക്ക് എപ്പോഴും കാണിച്ചു തരാറുണ്ട്. എന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിനെ പല പ്രാവശ്യം പല ധ്യാനത്തിലൊക്കെ കൂടിയപ്പോൾ ഞാൻ ഈ വ്യക്തിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ പറയും ഈ വ്യക്തിയുടെ മുഖമായിരിക്കും എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാം. പക്ഷെ ഞാൻ ഈ ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാനിങ്ങനെ കേൾക്കണ്ടായിരുന്നു. ഒരു കുട്ടി ഇങ്ങനെ പറയണ്ടായിരുന്നു അവരുടെ കസിൻസ് ഇങ്ങനെ ഭയങ്കര വിഷമത്തിലായിരുന്നവർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിച്ചു എന്ന്. അപ്പം എനിക്ക് അങ്ങോട്ട് പോയി ആ വ്യക്തിയോട് സംസാരിക്കാനായിട്ട് പറ്റണുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു. ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഒരു ദിവസം ഞങ്ങളെ കാണുകയും ഹസ്ബൻഡിനെ കാണുകയും സംസാരിക്കുകയും അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പോലും മെൻഷൻ ചെയ്തുകൊണ്ട് 15 വർഷം എത്തിയ കാര്യമാണ് ഇങ്ങോട്ട് പറഞ്ഞ് വന്ന് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി. ഇപ്പം നന്നായി അവരുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ഞങ്ങൾ ആ ബന്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെയുള്ളത് ഞങ്ങൾ ഒരു ദിവസം വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഓരോരുത്തർ പറയും ബൈക്ക് ആക്സിഡൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്ന് മാതാവ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയെന്ന്. അപ്പം ഞാൻ എൻ്റെ മാനുഷികമായ ബുദ്ധിയിൽ ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കും മാതാവിന് ആ അപകടം വരുത്താതിരുന്നെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന് വിചാരിക്കുമായിരുന്നു. ഒരു ദിവസം ഇതുപോലെ ഞങ്ങളും 2 പേരും കൂടി 2 വീലർമ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വളരെ സ്ലോവിലാണ് വണ്ടി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒത്ത നടുവിൽ നല്ല തിരക്കുള്ള വഴിയാണ്. 5:30 നേരമാണ്. റോട്ടിൽ നന്നായി തിരക്കുള്ള സമയമായിരുന്നു. പെട്ടെന്ന് എൻ്റെ വണ്ടി ആക്സിഡൻ്റായി. ഒരു കൊച്ച് ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ വന്ന് ഒരു സൈക്കിളിൽ വന്ന് എൻ്റെ വണ്ടിയിൽ മുട്ടി. കൊച്ച് വണ്ടിയുടെ അടിയിൽ പോയി. എൻ്റെ കാല് ഒരു വണ്ടിയുടെ അടിയിലേക്ക് പോയി. ചേട്ടൻ പിറകിലിരിക്കണ്ടായിരുന്നു. ചേട്ടൻ്റെ കാലും പോയി. അങ്ങനെ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു, ഞങ്ങൾക്ക് കൊച്ചിന് എന്തെങ്കിലും പറ്റി, എല്ലാം ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ആൾക്കാർ ഓടി വന്ന് വേഗം എടുത്തു കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനും ഒരു പോറൽ പോലും പറ്റാതെ ആ കൊച്ചിനും സംഭവിച്ചില്ല, ഞങ്ങൾക്കും ഒന്നും പറ്റിയില്ല. ഞങ്ങൾക്ക് 2 പേർക്കോ ഞങ്ങളുടെ വണ്ടിക്കോ യാതൊരു കുഴപ്പം കൂടാതെ ആ സമയത്ത് മാതാവ് സംരക്ഷിച്ചു ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയായിരുന്നു എന്ന്. പിന്നെ എപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായാലും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടിയാണ് ഞങ്ങൾ എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. ഉടമ്പടി കാശ് രൂപം എപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടാവുമായിരുന്നു. പിന്നെ ഞാൻ വിദേശത്തേക്ക് പോകാനായിട്ട് ഇതുപോലെ നോക്കിക്കൊണ്ടിരുന്നിട്ടും ഞാൻ 3 പ്രാവശ്യം പുതുക്കിയിട്ടും എൻ്റെ പേപ്പറുകൾ വെച്ചിട്ട് ശരിയാകുന്നില്ല. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒരു പ്രാവശ്യം റിജക്ഷനായി, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് അതിൽ നാഷണാലിറ്റി തെറ്റായിട്ട് അടിച്ചു വന്നു. എന്ത് ചെയ്താൽ ശരിയാകും. അപ്പം 4ാമത് പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിന് ഒരു അടയാളം എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് തരണം. അമ്മേനെ എടുക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അത് സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ അർഹതയുള്ള ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകും. എങ്കിലും എനിക്ക് അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് 4ാമത് ഞാൻ ഇവിടേക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നത്. ഞാനിവിടെ നിന്ന് പുതുക്കാൻ ബസ് ഇറങ്ങി, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ആ മെയിൻ ഹാളിലേക്ക്, ഫസ്റ്റ് ഹാളിലേക്ക് കയറുന്നതിനേക്കാളും മുമ്പ് രാവിലെ തന്നെയാണ് വന്നത്. 7:15 സമയം. ഭയങ്കര മുല്ലപ്പൂവിൻ്റെ സ്മെല്ല്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി, ആരും എങ്ങും വെച്ചിട്ടില്ല ആ സമയത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അമ്മ വെളിപ്പെടുത്തി തന്നതാണ്. അപ്പോൾ എനിക്ക് മാതാവിനെ എടുക്കാൻ കിട്ടിയില്ലെങ്കിലും എൻ്റെ കാര്യം ഈ പുതുക്കലോട് കൂടി മാതാവ് എനിക്ക് നടത്തി തരുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ വന്നു, ഉടമ്പടി പുതുക്കി പോയി.
അതിനുശേഷം മെയ് മാസത്തിൽ ഒരു ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് സെലക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 4ഉം 5ഉം എന്നുള്ള ഡേറ്റ് നിങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഡേറ്റിനോട് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇത് തോന്നിയില്ല ആ സെലക്ട് ചെയ്യാനായിട്ട്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു 7 എന്നുള്ള ഒരു ഡേറ്റും കൂടി മാതാവ് കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കുറിച്ചിട്ട് ഞാൻ എഴുതുന്ന ബുക്കിൽ ഞാൻ എഴുതി വെച്ചു. 7 എന്നൊരു ഡേറ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ 7 എന്നുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ജൂൺ 7-ാം തീയതി ആയിരിക്കും എൻ്റെ ശരിയാവുക, ജൂലൈ 7-ാം തീയതി ആയിരിക്കും എൻ്റെ ശരിയാകുക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെയാണ് ഞാൻ ആ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും നന്നായി കാരുണ്യപ്രവർത്തികളും പത്രപ്രവർത്തനം എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഫണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആവാനുണ്ടായിരുന്നു. അതെല്ലാം വളരെ സ്മൂത്തായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് ഞങ്ങൾക്കത് ഫണ്ടെല്ലാം റെഡിയായി, എല്ലാം ശരിയായി. ജൂലൈ 26, 27 ആയപ്പോഴത്തേക്കും പേപ്പർ വയ്ക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജൂലൈ 7-നായിരിക്കും VFS കിട്ടുക എന്ന്. അങ്ങനെ ഞങ്ങൾ പേപ്പർ വെച്ച് കഴിഞ്ഞപ്പോൾ ജൂലൈ 7-ാം തീയതി കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും എന്നെ മാതാവ് പരീക്ഷിക്കുകയാണോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവേ 7 അല്ലെങ്കിൽ 7നോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസം എനിക്ക് VFS കിട്ടുകയാണെങ്കിൽ മാതാവ് അതിൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. അങ്ങനെ ജൂലൈ 21-ാം തീയതിയാണ് എനിക്ക് VFS കിട്ടിയത്. അപ്പോൾ ആ VFSൽ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സും വയ്ക്കുമ്പോൾ നമ്മൾ പോകുന്ന ഡേറ്റിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് അവരെടുത്ത് വയ്ക്കും. അത് ഏജൻസാണ് എടുത്ത് വയ്ക്കുന്നത്. അതിലും അവരെടുത്ത് വെച്ചിരുന്ന ഡേറ്റ് സെപ്റ്റംബർ 7 എന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മാതാവ് എനിക്ക് വേണ്ടി കരുതിയ സമയം തന്നെയാണ്. ഇതിനിടയ്ക്ക് ഞാൻ ഈ ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചതിന് ശേഷം 21 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ധ്യാനം കൂടാൻ പോകണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ചേട്ടൻ്റെ വേറെ ദുശീലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ധ്യാനം കൂടാൻ ഇന്നേ വരെ എൻ്റെ കൂടെ വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ധ്യാനങ്ങളൊക്കെ കൂടാനായിട്ട് പോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എന്നെ ഇങ്ങനെ മാതാവിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എന്നോട് പറഞ്ഞത്. മാതാവ് ഞങ്ങളിങ്ങനെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു. 21-ാം തീയതി ഞങ്ങൾ VFSന് പോയി. 21-ാം തീയതി VFSന് പോയി. 22-ാം തീയതി നമ്മുടെ VFS ഓഫീസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് എനിക്ക് അവസാനം വരുന്നത്. പിന്നെ ഒരു മെസ്സേജുകളും വന്നില്ല. 25-ാം തീയതി വെളുപ്പിന് ഞാനൊരു സ്വപ്നം കണ്ടിട്ടാണ് ഉണരണത്. ഇങ്ങനെ എൻ്റെ ഏജൻറ്റ് ഞങ്ങളുടെ വിസ ഞങ്ങൾക്ക് കളർ പ്രിൻ്റ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനത് ആരോടും പറഞ്ഞില്ല. ഞാനത് വേഗം എഴുതി വെച്ചു. കാരണം ഇനി പറഞ്ഞത് സത്യമാണോ എന്നറിയില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് 26 ദിവസം കഴിഞ്ഞിട്ടും യാതൊരു മെസ്സേജുകളും ഒന്നും വരുന്നില്ല. ഓഗസ്റ്റ് 14 രാവിലെ എനിക്ക് കൊറിയർ ഓഫീസിൽ നിന്നും മെസ്സേജ് വിളിച്ചു, നിങ്ങളുടെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് വാങ്ങിക്കാനായിട്ട്. ആ സമയത്ത് എനിക്ക് പോയി അന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഏജൻ്റാണ് പോയി അത് വാങ്ങിയത്. ഇതുപോലെ ഞാൻ എന്താണോ സ്വപ്നം കണ്ടത് അതുപോലെ തന്നെ കളർ പ്രിൻ്റ് ആക്കി എനിക്ക് ആ ഏജൻറ്റ് എൻ്റെ കയ്യിൽ ആ സാധനം തരിക ചെയ്തത്. അപ്പോൾ ഞാൻ കണ്ട സ്വപ്നം അവിടെ ഫലവത്തായി. അതിനുശേഷം എനിക്ക് ഈ ഇതിൻ്റെ കാര്യങ്ങളെല്ലാനും പൈസയുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി. 21-ാം തീയതി എനിക്ക് എൻ്റെ വിസയും ടിക്കറ്റും പോകേണ്ട ഡോക്യുമെൻറ്റ്സും എല്ലാം എൻ്റെ കയ്യിൽ കിട്ടി. ഈ 7-ാം തീയതി വെളുപ്പിന് 1:10 എൻ്റെ ഫ്ലൈറ്റ്. ഞങ്ങൾ വിദേശത്തേക്ക് പോവുകയാണ്. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് രോഗികളെ സഹായിക്കാറുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഒരു വൃദ്ധസദനമുണ്ട്. ഇത്രയും നാളായിട്ട് ഞാൻ അവിടെ പോവാറുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയാം ആ വൃദ്ധസദനം. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞായറാഴ്ചയാണ് അവിടെ പോയി അവരുടെ അടുത്ത് പോയി കുറേ നേരം ഇരിക്കും. അവരെ കുളിപ്പിക്കാനോ നഖം വെട്ടിക്കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനും എല്ലാ ആഴ്ചയിലും പോവാറുണ്ട്. അപ്പോൾ അവരുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ ഒരു ദിവസം പോയില്ലെങ്കിൽ പിന്നെ എനിക്കിപ്പോൾ ഭയങ്കര വിഷമമാണ് അവരുടെ അടുത്ത് ചെന്നില്ലെങ്കിൽ. ഇപ്പോൾ ഒരാഴ്ച അവർ കണ്ടില്ലെങ്കിൽ എന്തിയെ മോളെ വരാഞ്ഞെന്ന് ചോദിച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു മനോഭാവമായിരുന്നു അവരുടെ ഇത്.
അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ പത്രങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയി വീടുകളിൽ കയറി ഇറങ്ങി കൊടുക്കാറുണ്ട്. കുട്ടികൾ യൂത്തിന് നന്നായി കൊടുക്കാറുണ്ട്. എല്ലാ മാസവും വന്ന് ഞങ്ങൾ വരിക, അല്ലെങ്കിൽ വരുന്നവരുടെ അടുത്ത് വാങ്ങിച്ച് 3-4 കെട്ട് പത്രം വീതം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി റോഡരികിലൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയി വൃദ്ധസദനത്തിലൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് കാരുണ്യ പ്രവൃത്തികൾ. ഇത്രയും തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.